തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നെടുമങ്ങാട് നഗരസഭയിലേക്കുള്ള പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. സിപിഐഎം നേതാക്കളായ കെ പി പ്രമോഷ്, അഡ്വക്കേറ്റ് ആർ ജയദേവൻ, ഡോക്ടർ ഷിബുഖാൻ, സിപിഐ നേതാവ് പി കെ സാം എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. പശ്ചാത്തല വികസനം, സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യ വിദ്യാഭ്യാസ വികസനം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയ സംഭവത്തിൽ മറുപടിയുമായി LDF നേതാക്കൾ. മൂന്നാം വാർഡ് UDF സ്ഥാനാർത്ഥിയായ PA ഷാദിയുടെ പോസ്റ്ററാണ് കീറി നശിപ്പിച്ചത്. ഇതിനു പിന്നിൽ LDF ആണെന്നായിരുന്നു UDFന്റെ ആരോപണം. എന്നാൽ പോസ്റ്ററുകൾ കീറേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്നും ആരുടെ പോസ്റ്ററുകളാണെങ്കിലും നശിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും LDF നേതാക്കൾ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കുപ്രചരണങ്ങൾ ഇവിടെ നടക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ആരുടെ ആയാലും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വെക്കുന്ന ഏത് പരസ്യമാണെങ്കിലും അതിന്റെ ബോർഡുകളാണെങ്കിൽ നശിപ്പിക്കുന്നത്, അതിനെ ഞങ്ങൾ ശക്തമായി ഞങ്ങളതിൽ പ്രതിഷേധിക്കുകയാണ്. അപ്പൊ പരാജയഭീതി കൊണ്ടുള്ള ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ നശിപ്പിക്കലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾക്ക് അതിൽ ബാധകമാകുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ആര് തന്നെയായാലും അതില് ഏത് സാമൂഹ്യ ദ്രോഹികളെ ഇതിന്റെ പിന്നിലുള്ളവരെ കൃത്യമായി കണ്ടെത്തി അവർക്ക് കൃത്യമായ ശിക്ഷ നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബന്ധപ്പെട്ട അധികൃതരോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. സ്ഥാനാർത്ഥികളെ അണിനിരത്തി എറണാകുളം തത്തിപ്പിള്ളിയിൽ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ എന്ന പേരിൽ നടത്തിയ സ്ഥാനാർത്ഥി സംഗമം വേറിട്ട അനുഭവമായി. കുമാരൻ ആൻഡ് ജാനകി കുമാരൻ ഫൗണ്ടേഷൻ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡുകളിൽ നിന്നുള്ള 18 സ്ഥാനാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയും വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ഫൗണ്ടേഷൻ ചെയർമാൻ മാനടിയിൽ സജീവ് നിർവഹിച്ചു.